ഇന്ന് നമുക്കൊരു കിടിലൻ മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. മഷ്റൂം ബിരിയാണി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുമാത്രമല്ല ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണിയൊക്കെ തോറ്റു തുന്നാൻ പാടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അത് കുക്കറിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിൽക്കാൻ വയ്യായിരുന്നു. ആ മസാലയുടെ മണവും ഒക്കെ കേട്ടിട്ട് എപ്പോൾ തിന്നാൻ പറ്റും എന്നിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റിൽ, നല്ല മണം, നല്ല കറക്റ്റ് വേവിന് നമുക്ക് ഉതിരുതിരായിട്ട് കിട്ടിയിട്ടുണ്ട് ബിരിയാണി. അപ്പം അതിൻ്റെ പ്രൊസീജിയറിലോട്ട് നമുക്കൊന്ന് പോകാം കേട്ടോ. ഞാനിവിടെ 4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് വെക്കുന്നത്. അതിനൊരു 2 പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അല്പം പുതിന ഇല, ഒരു 4 പച്ചമുളക്, ഒരല്പം മല്ലിയില, ഒരു 7-8 പല്ല് വെളുത്തുള്ളി. ഇത്രയും നമുക്ക് മസാലയ്ക്ക് അരച്ചെടുക്കാൻ വേണ്ടി ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക. അത് അരച്ചെടുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 2 തക്കാളിയും കൂടെ ആവശ്യമുണ്ട്. അതെടുത്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ബേ ലീഫ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അല്പം ഗ്രാമ്പൂ, പിന്നെ ഒരു ശകലം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതും നന്നായിട്ടൊന്ന് സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമെന്ന് കാണുകയാണെങ്കിൽ ഒരല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, നമുക്ക് എത്ര എരിവ് വേണോ അത്രയും, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കുക. ആവശ്യമെന്ന് കാണുകയാണെങ്കിൽ നെയ്യ് തന്നെ ഒഴിക്കണമെന്നില്ല, അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനി ഒരല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം അത് നന്നായിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനി ആ മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. എല്ലാ മഷ്റൂംസും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാ മസാലകളും ആ മഷ്റൂമിൽ പെരളുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി തൈരും ഒഴിച്ചു കൊടുത്ത് അതും നന്നായിട്ടൊന്ന് എല്ലാത്തിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബസുമതി അരി ഞാനൊരു അരമണിക്കൂർ മുമ്പേ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 4 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു. ഇനി 2 ഗ്ലാസ് ബസുമതി അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു 2 വിസിലാണ് വെച്ചത്. ചില അരിക്ക് 2 വിസിൽ വേകാതിരിക്കും. അത് അരിയുടെ ഒരു നേച്ചർ അനുസരിച്ച് മാറും കേട്ടോ. ഞാൻ എടുത്ത ഈ ബസുമതി അരി 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളവും 2 വിസിലും കണക്കായിരുന്നു. ഇതേ കണ്ടില്ലേ, നല്ല ഉതിരായിട്ട് ചോറൊന്നും കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ ചിക്കനും മട്ടണും ഒന്നും എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ ഈ ഒരു മഷ്റൂം വെച്ച് ഈ രീതിയിൽ സിമ്പിളായിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും പൊളിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പം ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ല വേറൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.